ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ അവനിഷ്ടപ്പെട്ട ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് അവനേറെ ഇഷ്ടപ്പെട്ട പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെയും സ്വാലിഹായ അമലുകളായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ കാഴ്ചകളിൽ, യാത്രകളിൽ, മറ്റു പല മേഖലകളിൽ നമ്മക്കാളേറെ അനുഗ്രഹങ്ങൾ കുറവ് കിട്ടിയിട്ടുള്ള ആളുകളെ ഒരു വേള കാണാറുണ്ട്. പ്രവാചക ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ലഭിച്ചതുപോലുള്ളൊരു അനുഗ്രഹങ്ങളോ സുഖങ്ങളോ പ്രവാചകനോ സ്വഹാബത്തുകൾക്കോ കിട്ടിയിട്ടുണ്ടായില്ല. യുദ്ധരംഗങ്ങളിൽ പോലും വയറ്റിൽ കല്ല് കെട്ടുവെച്ച് ആ വിശപ്പിൻ്റെ കാഠിന്യം ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള പ്രവാചകനെയും സ്വഹാബാക്കളെയും നമുക്ക് കാണാം. ദീനിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുമ്പോഴും വിശപ്പ് കാരണം സ്വന്തം വീട് വിട്ടിറങ്ങിയ പ്രവാചകനെയും പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ അകലങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടുമുട്ടിയ രംഗവും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സ്വഹാബാക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ചെയ്തിട്ടുള്ള അവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കനുസരിച്ച് അള്ളാഹിനോട് ശുക്ർ കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ചിന്തിക്കൽ വളരെ ഗൗരവപരമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുമ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, അതിപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന അമ്നോടുകൂടി നിർഭയത്വത്തോടു കൂടി ഒരുമിച്ച് കൂടുന്നതടക്കം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ മഹത്തായ അനുഗ്രഹം ഒരുപാട് ലഭിച്ചിട്ടുള്ള ആളുകളായിരുന്നു അവരൊക്കെയും. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ് നാമൊക്കെയും. അതിന് കൃത്യമായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ കാണിക്കുന്നുണ്ടോ എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ അടക്കം നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണങ്ങൾ നൽകിയെടുത്ത് യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിമ്മാ ഫിൽ അർദി ഹലാല കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ്. അള്ളാഹിന് നിങ്ങൾ ശുക്ർ കാണിക്കണം. പലയിടങ്ങളിലായിട്ട് സമാനമായിട്ട് കാണാൻ സാധിക്കും ലഅല്ലകും തഷ്കുറൂൻ അഫലാ തഷ്കുറൂൻ. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ, അല്ലെങ്കിൽ നന്ദി കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. രാപ്പകലുകളെ മാറ്റത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അമ്പിയാക്കളൊക്കെയും നന്ദി കാണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കുമ്പോൾ കാലിൽ നീര് കെട്ടുമാറ് നമസ്കരിച്ചിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന രംഗമുണ്ട്, നിങ്ങൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടില്ലേ പ്രവാചകരെ? അങ്ങ് എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത് എന്ന രൂപത്തിൽ ചോദിക്കുമ്പോൾ അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ അള്ളാഹ്ക്ക് നന്ദിയുള്ളൊരു അടിമയാകണ്ടേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആനിലൂടെ മറ്റിടത്ത് പറയുമ്പോഴും ദുർരിയ്യത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ. നൂഹ് നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴും 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ട് അങ്ങേയറ്റത്തെ പ്രയാസത്തോട് കൂടിയിട്ട് ധിക്കാരത്തോട് കൂടിയിട്ട് ഞാൻ കുറേ ഓരൊക്കെ വിളിച്ചാണ് ദീനിക്കും ദഅവത്തിക്കും, എന്നിട്ടൊരു മാറ്റം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറിക്കുകയോ അതല്ലെങ്കിൽ അവിടെ നന്ദികേടിൻ്റെ ഒരു രൂപം മാറുകയോ അല്ല ചെയ്തിട്ടുള്ളത്. പ്രവാചകനെ കുറിച്ചും പഠിപ്പിച്ചിട്ടുള്ളത് നന്ദിയുള്ളവനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഖുർആനിലൂടെ ഓരോ സ്വഹാബാക്കളെ കുറിച്ച്, ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്തൊക്കെയും തന്നെ അവരൊക്കെ നന്ദിയുള്ളവരായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹിനോട് എത്ര നന്ദി കാണിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. എങ്ങനെ നന്ദി കാണിക്കുന്നുള്ളത്? ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതിന് അതിനനുസരിച്ചിട്ട് ആ അനുഗ്രഹങ്ങൾ നൽകിയവന് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് പരിപൂർണമായിട്ട് കീഴൊതുങ്ങി ജീവിക്കുക, അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമുക്ക് നന്ദി കാണിക്കാൻ കഴിയും. രണ്ടാമത്, അനുഗ്രഹങ്ങൾ നൽകിയവനെ ഇഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള.
നമുക്കൊരാൾ എന്തെങ്കിലും നൽകി കഴിഞ്ഞാൽ അവരോട് വല്ലാത്തൊരു അടുപ്പവും സ്നേഹമൊക്കെ നമുക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി മാറിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദീനിയായിട്ടുള്ള നമുക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ അത് പരിപൂർണമായിട്ട് നിർവഹിച്ചുകൊണ്ട് ആ അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. മൂന്നാമത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവ അംഗീകരിച്ച് ജീവിക്കുക എന്നുള്ള. ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ ഞാൻ അള്ളാഹിനോട് നന്ദി പറയും. ഇനി എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യത്തേനേക്കാളും കൂടുതൽ അള്ളാഹിനോട് നന്ദി പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് എൻ്റെ ചോയ്സ് അള്ളാഹ് സ്വീകരിച്ചു, എനിക്ക് നൽകി. രണ്ടാമത്തത്, എന്നെക്കാളും നന്നായി എന്നെ അറിയാവുന്ന, എനിക്ക് വേണ്ട കാര്യങ്ങൾ അറിയാവുന്ന, എന്നെ നിയന്ത്രിക്കുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനേക്കാളും നല്ലൊരു ചോയ്സ് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അള്ളാഹിനോട് കൂടുതൽ നന്ദി പറയുന്നവനാണ് എന്ന് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഏത് തന്നെയാകട്ടെ അത് അംഗീകരിച്ചുകൊണ്ട്, അല്ലേ? അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കേണ്ടത് എങ്ങോട്ടാ? നിങ്ങൾ നോക്കണം നിങ്ങൾ താഴെയുള്ളവരിലേക്കാണ്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തുൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. നമ്മൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ അത്ര നല്ല വീടുണ്ടല്ലോ, അള്ളാഹ് എന്തപ്പം ഞമ്മക്ക് ഇങ്ങനെ നൽകാമെന്ന്, നമ്മൾ അള്ളാഹിനെ അതിനേക്കാളും കൂടുതൽ ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ അപ്പം അത്? അങ്ങനെ ഒരു ചിന്തല്ല. പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ഇപ്പോൾ ഒരു അള്ളാഹിൻ്റെ ഒരു പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ എന്താ പറയാൻ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ അഫാനി മിൻ ഇബ്തിലാക ബി വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. വല്ലാത്തൊരു പഠിപ്പിക്കല. കാരണം നമുക്ക് നൽകിയിട്ടുള്ള ഒന്ന് അവർക്ക് നൽകിയിട്ടില്ല. ചിലപ്പോൾ അവിടെ പോലും അള്ളാഹുവിനോട് ഹംദ് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള, അള്ളാഹ് നമുക്ക് നൽകിയത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അംഗീകരിച്ചുകൊണ്ട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള. അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ നൽകിയവനെ വാഴ്ത്തുക, ഹംദ് പറയുക. അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പറയാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. നമുക്കത് പറയാൻ സാധിക്കണം. അള്ളാഹ് നൽകിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടും, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലേ? അസ്ഹാബുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിനെ പോലെ തന്നെ കഴിഞ്ഞ ശേഷം പിന്നീട് പറയുന്ന ഒരു ചരിത്രത്തിൽ തോട്ടക്കാരുടെ കഥ വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ തോട്ടത്തിലേക്ക് അഹങ്കാരത്തോടു കൂടി പ്രവേശിച്ച അവരോട് വിശ്വാസിയായിട്ടുള്ള ആൾ പഠിപ്പിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കും മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൂടായിരുന്നു? അല്ലെ? നമ്മൾ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹത്തിലൊക്കെ നമ്മൾ പറയും, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് പറയാറുണ്ടോ? മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്ക് കിട്ടുന്നതിൽ നമ്മളത് പറയാൻ കഴിയാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് ആ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കണ്ണിന് അള്ളാഹ് ഇഷ്ടമില്ലാത്തതിൽ കാണരുത്. ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെവി കൊണ്ട് കേൾക്കരുത്. അള്ളാഹ് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കരുത്. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വിനിയോഗിക്കുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക, ഇഷ്ടമില്ലാത്തതിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതുകൂടി അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നിടത്ത് നമ്മൾ പാലിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ശുക്ർ കാണിക്കുന്ന മുഅ്മിനുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹംനാ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.